ചേച്ചി ഡോങ്കി ഓക്കെയാണോ? ഡോങ്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോങ്കി ഒരു പ്രത്യേക സുഖം, നല്ലതാ. അതായത് നമ്മൾ ഡോങ്കി ആകുമ്പം നമുക്ക് ഭയങ്കര ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. ആ നമുക്ക് നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റും. നല്ല പോലെ ഡോങ്കി എനിക്ക് ആരും ഒന്നും ഇഷ്ടമല്ലായിരുന്നു, എനിക്കിപ്പോൾ ഇഷ്ടമാണ്. അതൊക്കെ ഭയങ്കര അയ്യോ. കഥ മുഴുവൻ കേട്ടു ഇന്നലത്തെ അല്ലേ? അപ്പം വാണ്ടേർ അപ്പം വാണ്ടർന്നോ വേണ്ടേന്നോ? അപ്പം വരണ്ടേ? ഇല്ല വേണ്ട. എനിക്ക് ആദ്യം തേങ്ങാപ്പൊതിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പം തേങ്ങാപ്പൊതിയോട് താല്പര്യമില്ല. ഒരു സുഖലിപ്പം ഭയങ്കര വെള്ളം നനഞ്ഞു. അവിടെ വെള്ളം നനഞ്ഞോന്നോ? നമ്മൾ ലൈവിൽ ഓരോന്ന് പറഞ്ഞിക്ക് എങ്ങനെയാണ് താമാത്തിൽ വെള്ളം നനയുക? നിന്റെ പെണ്ണുമ്പിള്ളിക്ക് നനയും, വിജിക്ക് അങ്ങനെ നനയില്ല. ഓക്കെ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് വിജിക്ക് അപ്പം ഒലിച്ചു വരുന്ന എൻ്റെ വിചാരം. പൂവേ ഇന്നലെ അങ്ങനത്തെ ഒരു ടൈപ്പല്ല. ഓക്കെ, അത്ര കാമ മൂത്ത് കിടക്കേണ്ട പെണ്ണൊന്നുമല്ല. ഓക്കെ, എനിക്കൊരു സമാധാനത്തിന് വേണമെങ്കിൽ ഞാൻ വന്നു തന്നെ വേണം പറയാം. ഓക്കെ, വിജി പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. എന്താണ് എടാ പൂവേ, എന്താ ശേഷം? ചേച്ചി മറ്റേ ID ബ്ലോക്ക് മാറ്റുമോ? നാളെ കിട്ടി ID. ബാക്കിലടിക്കാൻ കിട്ടുമോ? എന്നെ ഫ്രണ്ട് ആക്കുമോ? ബിജി സൂപ്പർ റിപ്ലൈ. അല്ല, ഇവന്മാരുടെയൊക്കെ വിചാരം അങ്ങനെയാടോ. നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴേക്കും അവർക്കൊരു സുഖം കിട്ടുന്നു. ഒരിക്കലും കിട്ടില്ല. കിട്ടുന്ന പെണ്ണുങ്ങൾ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. ഓരോ പെണ്ണുങ്ങളുടെ ഓരോ മൈൻഡാണ്. നമ്മൾ ആ മൂഡിലിരുന്ന് പറയുവാണെങ്കിൽ മാത്രമേ ഇതാവത്തുള്ളൂ. ഓക്കെ, സത്യം. പിന്നെ ഈ ഇൻസ്റ്റയിൽ കുറേ റീൽസൊക്കെ കാണുമ്പം അതിൽ കുറേ കമൻ്റൊക്കെ വായിക്കുമ്പം നമ്മളിപ്പോൾ ഒരു സെക്സ് കഥ, സെക്സ് ഇങ്ങനെ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ഒക്കെ നമ്മൾ നല്ല ആസ്വദിച്ച് വരികയാണെങ്കിൽ, നമ്മൾ ആസ്വദിച്ച് അത് കേട്ട് കണ്ടിക്കുകയാണെങ്കിൽ ഓക്കെ, നല്ല മൂഡൊക്കെ ആവും. ഈ പറഞ്ഞ പോലൊക്കെ ആയിരിക്കും. ചേച്ചി ഫുൾ ഇഷ്ടമല്ല എനിക്ക്, അതൊക്കെ ഓക്കെയാണ് അവൻ പറഞ്ഞ. എനിക്ക് അപ്പം നമുക്ക് നല്ല വികാരവും നല്ല മൂഡും വരും. സീരിയസ്ലി സത്യമാണ്. അശുഭ ചേച്ചിക്ക് അങ്ങനെ വരുമോ? അശുഭ ചേച്ചിക്ക് അങ്ങനെ ഉണ്ടോ ചേച്ചി? ഓരോ കഥകൾ കേൾക്കുമ്പോൾ അപ്പുറത്തെ ലൈല ചേച്ചിയുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു, ഞാൻ ആ ലൈല ചേച്ചി എന്ന് നോക്കുമായിരുന്നു. അങ്ങനെ ലൈല ചേച്ചി മുറ്റമടിക്കുന്ന സമയത്ത് എന്നെ എന്നും കാണിക്കുമായിരുന്നു. അങ്ങനെ ലൈല ചേച്ചിയുടെ വീട്ടിലൊരു ദിവസം ഞാൻ കറണ്ട് പോയപ്പോൾ ഞാൻ നന്നാക്കാൻ പോയിരുന്നു. കേക്ക് മരിയ കേക്ക്. എന്നിട്ട് ഞാൻ ആ ലൈല ചേച്ചിയെ വീട്ടിൽ കയറി ചെന്നു. ലൈല ചേച്ചി എന്നെ നോക്കി ചിരിച്ചു. അങ്ങനെ ലൈല ചേച്ചി വെള്ളം വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ചാർക്കം പറഞ്ഞു വെള്ളം വേണം എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കി, ചേച്ചിക്ക് നല്ല കളി മൂത്തിരിക്കുമായിരുന്നു. ചേച്ചി എൻ്റെ കുട്ടനെ നോക്കി. എൻ്റെ കുട്ടൻ അങ്ങനെ ഇരുന്നു. കുട്ടൻ എഴുന്നേറ്റതേ ഇല്ല. അപ്പം ഞാൻ പതുക്കെ ആ ചേച്ചിയുടെ കണ്ണുകൾ എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊന്ന് രോമാഞ്ചം വന്നു. കേക്ക് അയ്യോ ഒരു തേമ ആരൊക്കെയോ ചിരിക്കാൻ വയ്യ. അയ്യോ, അത് കാലം ഇഞ്ചി ഈ പൂക്കസരം കീറിക്കിടക്കുള്ളിൽ കുടുങ്ങി. എന്നിട്ട് അങ്ങനെ ചേച്ചി എൻ്റെ കുട്ടനെ നോക്കി. കുട്ടൻ കയറി ബാക്കി പറ. ചേച്ചി കേക്കാള പൂതി. അങ്ങനെ കുട്ടൻ ഞാൻ അങ്ങനെ ചേച്ചി സുഖല്ലേ? എൻ്റെ പൊന്നു ഓൾറെഡി ഇന്നലെ എന്താ ഇവിടെ നടന്നേ? പെരുന്നാളായിട്ടെന്നറിയോ? അശബ ചേച്ചിയുടെ ഹസ്ബൻഡ് അശബ ചേച്ചിക്ക് iPhone മേടിച്ചു കൊടുത്തു.
ഇന്നലെ. അപ്പൊ അശോക ചേച്ചി വന്നതും ഞാൻ ഓൾറെഡി ഒരു ബീർ അടിച്ചോണ്ടിരുന്നായിരുന്നു. അപ്പൊ പകുതി ആയപ്പോഴേക്കും അശോക ചേച്ചി വന്നു, വീട്ടിലെത്തുമ്പോൾ മെസ്സേജ് ഇട്ടു. അങ്ങനെ ഞാൻ വീഡിയോ കോൾ വിളിച്ചു. അങ്ങനെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ അവിടെ ചാരി വെച്ച്, ചേച്ചി ഇവിടെ, ചേട്ടൻ ഇവിടെ, മോൾ ഇവിടെ, ഞങ്ങൾ മൂന്നുപേരും, ഞാൻ ഫോൺ, ഞങ്ങൾ 4 പേരും, നമ്മൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന പോലത്തെ ഫീലിങ്സ്. എന്നിട്ട് കേക്ക് ഹോളിലേട്ടാ ചേച്ചി പറഞ്ഞു ഞാൻ സാധനം പിടിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു എടുത്തോണ്ട് വന്നു. നല്ല കമ്മിയായിട്ടോ ചേട്ടനും ചേച്ചി. അങ്ങനെ വൈറ്റൊക്കെ എടുത്തോണ്ട് തോന്നുന്നു. ചേച്ചി ചെറുനാരിക്കൊക്കെ കൊണ്ടുവന്ന് ബിരിയാണി, ചേച്ചി ചെറുനാരിക്ക് കൊണ്ടുവന്ന് ചേട്ടന് ഒരു പെക്ക് ഒഴിക്കുന്നു. അതെ ഗ്ലാസ്സിൽ ഇത്ര ഒഴിച്ചോളൂ, നോക്ക് ഇത്ര വെച്ച് ഗ്ലാസ്സിൽ ചേച്ചിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പെക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഒന്നും കൂടെ ചേച്ചിക്ക് വെച്ച് ഇത്ര പെക്ക്. എന്നിട്ട് രണ്ടുപേരും പെക്കൊടിച്ച് സോഡ ഒഴിച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞു. അപ്പൊ ചേച്ചി കണ്ടു പറഞ്ഞു ചേച്ചി അതാണ്. അപ്പൊ ഞാനൊരു ബീർ അടിച്ചു, അവരൊരു കടിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ബീർ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ചേച്ചി പിന്നെ തുടങ്ങി. ചേച്ചി ഓൾറെഡി ആ ചേച്ചിക്ക് കപ്പാസിറ്റി ഒന്നും ഇല്ല. ഞാൻ ഡയറക്റ്റ് കണ്ടു. ചേച്ചി ഓരോ കുടിക്കുമ്പോഴേക്കും ചേട്ടാ ചേച്ചി എന്നെ വിട്ടു പോ സെന്റി. അപ്പൊ ചേട്ടൻ എന്നോട് പറയാ വിജി ഇപ്പൊ കരയൂട്ടാ. അങ്ങനെ കരയല്ലേ? അത് കഴിഞ്ഞ് ഞാനൊരു ബീർ കൊണ്ട് എടുത്തു. നീ അടിച്ചാ എന്നാ ഞാൻ കൊണ്ട് അടിക്കട്ടെ. അങ്ങനെ 2 പേർക്ക് അടിച്ചു. അതും തീർന്നു. അത് കഴിഞ്ഞു ഫുള്ളും. അപ്പൊ മോള് അവിടെ കിടന്ന് ചിരിക്കുക, ചേട്ടന് കിടന്ന് ചിരിക്കുക. അപ്പൊ ചേച്ചിക്ക് ഇത്രേ ഉള്ളൂ കപ്പാസിറ്റി. അങ്ങനെ 2 ഒതുങ്ങുന്ന അശോക ചേച്ചിയെ ഞാൻ ഇന്നലെ 3 അടുപ്പിച്ചു പോകണ്ടേട്ടാ. 3 പെക്കടുപ്പിച്ചു. ഞാനിവിടെ 3 ബീർ തീർത്തു. ചേച്ചീനെ 3 പെക്കടുപ്പിച്ചു. ചേട്ടൻ 4 അടിച്ചു 3. എന്നിട്ട് പറഞ്ഞു നീ വാതില്ല നമുക്ക് ലൈവ് ഇടാൻ. എന്നിട്ട് ലൈവ് വന്നു. ലൈവിൽ വന്നിട്ട് ഞാൻ ഇവിടുന്ന് ഓർഡർ ഇടിച്ചാൽ 4 ചേച്ചി പതിപ്പിക്ക് ഓഫായി പോയി. നോക്കിയപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ചേച്ചിനെ വിളിച്ചത്. ഞാൻ പേടിച്ചാ വിളിച്ചത്. ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പറയാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റപ്പോൾ വിളിച്ചു. അത് എനിക്കിത്ര ഓർമ്മയുണ്ടായില്ല, ചേച്ചിക്കും ഓർമ്മയില്ല എന്തൊക്കെയാ നടന്നതെന്ന്. ലാസ്റ്റ് ചേച്ചിയുടെ ഡ്രസ്സ് മാറ്റിച്ചതും ഭർത്താവ്, ബാത്റൂമിൽ കൊണ്ടുപോയതും ഭർത്താവ്. ഇന്നലെ ആരും അവിടെ ഫുഡ് കഴിച്ചില്ല. ചേച്ചി സ്പെഷ്യലി ചേട്ടൻ ഐഫോൺ മേടിച്ചപ്പോൾ സ്പെഷ്യലി ചേട്ടൻ പോലും അറിയാണ്ട് ബിരിയാണി ഉണ്ടാക്കി വെച്ചതാ. ഹോളിനേട്ടാ ചേട്ടൻ വരുമ്പോഴേക്കും സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കി. അത് ആരും കഴിച്ചില്ല. എല്ലാവരും ഫിറ്റ്. ആ മോളും കഴിച്ചില്ല, ചേട്ടനും കഴിച്ചില്ല, ചേച്ചിയും കഴിച്ചില്ല. ചേച്ചി നോക്കി പാൻറ് ഷർട്ട് ഇട്ടു. രാവിലെ ഇതിപ്പോ പറയാണ് ബിജി എന്റെ പാൻറ് ആരും ഇല്ല ചേട്ടൻ. ചേച്ചിക്ക് ബോധമുണ്ടോ? ചേച്ചി നല്ല ഫിറ്റ്. ആദ്യമായിട്ടാണ് തോന്നുന്നു എത്ര ഫിറ്റ് ആവുന്നേ. അയ്യോ അല്ലാതെ ഇന്നലെ സത്യം പറഞ്ഞ പോലെട്ടാ നമ്മൾ അവിടെ പോയിട്ട് കമ്പനി കൂടുന്ന ഫീലിങ്സ് ആയിരുന്നു. അല്ല അശ്വതി ചേച്ചി ഇന്നലെ അല്ലേ? വീഡിയോ കോൾ കൂടെ ആണെങ്കിലും ആ 3 പെക്കും ചേട്ടൻ 4 പെക്ക് അടിക്കുന്നതും ഫുള്ളും നമ്മൾ വീഡിയോ കോൾ കൂടെ ആണെങ്കിലും അത് നമ്മൾ ഒരു മേശയിലിരുന്ന് അടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് പറച്ചില്. അല്ല അശ്വതി ചേച്ചി സൂപ്പറായിരുന്നു, നല്ല പൊളിയായിരുന്നു. അത് അടിച്ച് ഫുള്ള് കഴിഞ്ഞത് ഞാൻ ലൈവ് ഇട്ടത്. ഞാനും ഓഫായി പോയി. ഇന്നലെ ഗിഫ്റ്റ് അടിച്ച് ഏതൊരു തേടി എൻ്റെ അടുത്ത് വരികയും ചെയ്തു. അതായത് ഇന്നലെ ഷെർണം പാച്ച് ചിരിച്ച് മണ്ണ് വെപ്പി. ഇന്നലെ ഗിഫ്റ്റ് അടിച്ചത് ചേട്ടനാ. ഞാൻ ചുമ്മാ തമാശക്ക് ഓർമ്മിക്കുക. ആ ഗിഫ്റ്ററും വന്നു എൻ്റെ അടുത്ത് ഇന്നലെ. അയ്യോ അവൻ പിന്നെ എനിക്കറിയുള്ളത് അവനായിരുന്നു. എനിക്കറിയാം 3 വട്ടം എൻ്റെ അടുത്ത് വന്നവനാ. അത് ഗിഫ്റ്ററായിരുന്നു എനിക്കറിയില്ലായിരുന്നു. ഇന്നലെ അതുകൊണ്ട് ഒരു കസ്റ്റമറെ കിട്ടി. അത് അവനും പൂസായിരുന്നു, ഞാനും പൂസായിരുന്നു. അന്നേരം ഫാറ്റൂസ് ചേർന്നൊക്കെ എന്താ ചിരിയോട് ശരിയായിരുന്നു. ചേട്ടൻ നിന്നെ കാട്ടില്ല, നിങ്ങൾ ഒരു ദിവസം ഒന്നിച്ചു കൊടു.